നമുക്കൊരു രത്നക്കല്ല് ലഭിച്ചെന്ന് സങ്കല്പിക്കുക. അതൊരു രത്നക്കല്ലാണെന്നും അതിന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടെന്നും എപ്പോഴാണോ നാം തിരിച്ചറിയുന്നത്, അപ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കുകയുള്ളൂ. രത്നക്കല്ലിനെ തിരിച്ചറിയാൻ കഴിയാത്തവൻ അത് സാധാരണ കല്ലാണ് എന്ന് മാത്രമേ അവൻ്റെ ധാരണയിലുണ്ടാവുകയുള്ളൂ. ഇപ്രകാരം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയാത്തവരും അവിടുത്തെക്കുറിച്ച് സാധാരണ മനുഷ്യനാണെന്നേ മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്ക് എന്തറിയാം എന്ന് സ്വന്തത്തോട് നാം ഓരോരുത്തരും ഒന്ന് ചോദിച്ചു നോക്കുക. മുസ്ലിമായി ജനിക്കാനും ജീവിക്കാനും ഭാഗ്യമുണ്ടായിട്ടും സ്വന്തം നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിയാതെ മരിച്ചു പോവുക, ഈ ലോകത്ത് നിന്നും മടങ്ങിപ്പോകേണ്ടി വരിക എന്ന് പറയുന്നത് എത്രത്തോളം ഖേദകരമാണെന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതില്ലാതെ ഈമാൻ സമ്പൂർണ്ണമാവുകയേയില്ല. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്കും സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അവിടുത്തെക്കുറിച്ച് ശരിക്കും അറിയേണ്ടതുണ്ട്. കാരണം അറിയാത്ത ഒരാളെക്കുറിച്ച് എങ്ങനെയാണ് നാം മനസ്സറിഞ്ഞ് സ്നേഹിക്കുക? എങ്ങനെയാണ് നമുക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുക? അങ്ങനെയെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവിടുത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് കാരണമായി അവിടുത്തോട് സ്നേഹവും മഹബത്തും ഖൽബിൽ വരാനും നമ്മളിലേക്ക് സമാഗതമാകുന്ന റബീഉൽ അവ്വലിനെ മുൻനിർത്തി നാം തങ്ങളെക്കുറിച്ച് പഠിക്കാൻ അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ അനാവശ്യകതകൾക്ക് വഴിമാറുന്ന ഈ കാലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നാം ഇത്തരം മീഡിയകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത്. തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്കുള്ള ചെറിയൊരു കിളിവാതിൽ തുറന്നിടാനുള്ള എളിയ ശ്രമമാണിവിടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകളും അവിടുത്തെ മഹത്വങ്ങളും പരിപൂർണമായി ഒരാൾക്കും പറയാനോ എഴുതാനോ കേൾക്കാനോ അറിയാനോ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖുൻ ബിഫമി. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് ആർക്കാണ് അതിര് വെക്കാൻ കഴിയുക? ഒരതിരുമില്ലല്ലോ. അതിനാൽ അവിടുത്തെ ശ്രേഷ്ഠത പറഞ്ഞു തീർക്കാൻ ഒരു വാചാലനും സാധ്യമേയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും ആത്മീയ സഹായവും ലഭിക്കുന്നതിനുള്ള ഒരു കാരണമായി നമ്മുടെ ഈ സംസാരവും നമ്മുടെ ഈ കേൾവിയും നമ്മുടെ ഈ സമയം ചെലവ് ഒരിക്കലും എല്ലാം അള്ളാഹു ആ രൂപത്തിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.